ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കണ്ണൻ മഹിയോടൊപ്പം നിൽക്കുന്നത് മേഘൻ നേരിട്ട് കാണുന്നുണ്ടെങ്കിലും അയാൾ മദ്യലഹരിയിലായതുകൊണ്ട് തന്നെ താൻ കണ്ടത് സത്യമാണോ തോന്നലാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. കണ്ണനും മഹാലക്ഷ്മിയാണെങ്കിൽ തന്ത്രപൂർവ്വം മേഘൻ്റെ മുന്നിൽ നിന്നും പോകുന്നുണ്ട്. മേഘനാണെങ്കിൽ ലക്ക് കെട്ട് അവിടെ വീഴുന്നു. അപ്പോൾ ഈ ഒരു തക്കം നോക്ക് അനന്തവും ലേഖയും അവിടെ നിന്നും പോകുന്നുണ്ട് കേട്ടോ. മേഘനാണെങ്കിൽ കണ്ണൻ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞു. ഇനി നാളെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് പോകാം എന്ന് മഹി പറയുമ്പോൾ അവൻ വെള്ളത്തിലായതുകൊണ്ട് തന്നെ ബോധം വന്നാൽ ഒന്നും ഓർമ്മ കാണില്ല എന്ന് പറയുന്നുണ്ട് അനന്തു. എന്തായാലും നാളെ തന്നെ പോകുന്നതാണ് നല്ലതെന്ന് അനന്തവും പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് മേഘന് ബോധം വരുന്നുണ്ട്. അപ്പോൾ മുന്നിൽ അനന്തുവിനെയും ലേഖയെയും ആരെയും കാണാത്തത് കൊണ്ട് തന്നെ താൻ കണ്ടതെല്ലാം വെറും തോന്നലാണെന്നുള്ള കാര്യമാണ് മേഘൻ ഉറപ്പിക്കുന്നത്. പിന്നീട് പ്രതാപനാണെങ്കിൽ കണ്ണൻ മഹിയെയും ഫ്രണ്ട് സീറ്റിൽ ഇരുത്തി ഡ്രൈവ് ചെയ്ത് പോകുന്നത് സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുകയാണ്. ശബരിമലയ്ക്ക് പോയി വന്നതിന് ശേഷം അവൻ്റെ കാലിന് ചലനശേഷി കിട്ടിയിട്ടുണ്ടാകുമോ എന്നും ആലോചിച്ച് പേടിക്കുന്നുണ്ട് കേട്ടോ പ്രതാപൻ. ഇതേ സമയം കരുണയ്ക്കാണെങ്കിലും ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. കരുണ അവിടെ ഹാളിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് കാണുന്ന പ്രതാപനാണെങ്കിൽ കരുണയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോൾ എന്താ ഉറങ്ങാതെ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഉറക്കമൊക്കെ കല്യാണം കഴിഞ്ഞതോടുകൂടി നഷ്ടപ്പെട്ടു. അവളിപ്പോൾ അയാളുടെ കൂടെ ആ കൊടും തണുപ്പിൽ മൂന്നാറിൽ അടിച്ചു പൊളിക്കുകയായിരിക്കും. ഇനി മൂന്നാറില്ല, ചിലപ്പോൾ അവരെ ജർമ്മനിയിലേക്കും അയാളുടെ ഫ്രണ്ടും ഭാര്യയൊക്കെ കൂടി കൊണ്ടുപോകും. എല്ലാം കണ്ട് നോക്കി നിൽക്കാനാണ് എൻ്റെ വിധി എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ്റെ നേരെ പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ കരുണ. അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, എനിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല മോളെ. ഒന്ന് ഉറക്കം പിടിച്ചപ്പോഴാണ് ഒരു സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നത്. അവൻ ലക്ഷ്മിയെയും ഫ്രണ്ട് സീറ്റിൽ ഇരുത്തി ഡ്രൈവ് ചെയ്ത് പോകുന്നത്. ഇതിനു മുമ്പും അവൻ ഡ്രൈവ് ചെയ്ത് പോയതുപോലെ ഒരു കാഴ്ച ഞാൻ കണ്ടിരുന്നു മോളെ. ഇനി നമ്മളെയൊക്കെ അവനും അവളും കൂടി പറ്റിക്കായിരിക്കുമോ? അവൻ്റെ കാലിന് സ്വാധീനം കിട്ടിയിരിക്കുമോ എന്നെല്ലാം പ്രതാപൻ പറയുമ്പോൾ എങ്കിൽ ഞാൻ കെട്ടിത്തൂങ്ങി ചാവുന്നതാണ് നല്ലത്. ഇപ്പോൾ അവൾ മഹാലക്ഷ്മിയല്ല, ഭാഗ്യലക്ഷ്മിയാണ്. അതുകൊണ്ട് അവൾ വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാം ചിലപ്പോൾ സംഭവിച്ചു എന്നിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ്റെ നേരെ വീണ്ടും കലി തുള്ളുന്നുണ്ട് കേട്ടോ കരുണ. അപ്പോൾ കരുണയുടെ ഈ അവസ്ഥ കണ്ട് എന്ത് ചെയ്യണം എന്നറിയാതെ എങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ പ്രതാപൻ. പിന്നീട് കാണിക്കുന്നത് കണ്ണനെയും മഹാലക്ഷ്മിയും അല്പസമയം ഒറ്റയ്ക്ക് വിട്ടിട്ട് അനന്തവും ലേഖയും മുറിയിലേക്ക് പോകുന്നുണ്ട്. തുടർന്ന് കണ്ണനും മഹിയും അവിടെ ഹോട്ടലിൻ്റെ തന്നെ ഗാർഡനിൽ പോയി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കരുതിയതുപോലെ മേഘനിനി നടന്നതെല്ലാം ഓർമ്മയുണ്ടെങ്കിലോ അവൻ അതെല്ലാം പറയാതിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹി ആശങ്കപ്പെടുമ്പോൾ അങ്ങനെ അറിയുകയാണെങ്കിൽ അറിയട്ടെ മഹി, ഒരുപാട് കാലമൊന്നും നമുക്കിത് ആരിൽ നിന്നും ഒളിച്ചു വയ്ക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. ഇനി ഒരു ശക്തിക്കും നമ്മളെ വേർപെടുത്താൻ കഴിയില്ല, തനിക്ക് അതുപോലെ എന്ന് പറഞ്ഞുകൊണ്ട് മഹിയെ ചേർത്ത് പിടിക്കുകയാണ് കണ്ണൻ ചെയ്യുന്നത്. തുടർന്ന് അവർ മുറിയിലേക്ക് പോകാനായിട്ട് തുടങ്ങുന്നു. അപ്പോൾ ഇതേ സമയത്ത് തന്നെയാണ് വീണ്ടും കുടിച്ച് ലക്ക് കെട്ട് മേഘനും വരുന്നത്. അപ്പോൾ മേഘനെ കണ്ട് കണ്ണനും മഹിയും ശരിക്കും വല്ലാതെ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഹി ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെയാണ് സംഭവിച്ചത്? നമ്മളിവിടെ ഉണ്ടെന്നറിഞ്ഞിട്ടായിരിക്കുമോ അവൻ ഇവിടെ വന്നത് എന്ന് പറഞ്ഞ് മഹി വല്ലാതെ തന്നെ ഭയപ്പെടുന്നുണ്ട്. എന്തായാലും അവൻ്റെ കണ്ണിൽ പെടാതെ നമുക്ക് വേഗം തന്നെ മുറിയിലേക്ക് പോകാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം മേഘൻ കുടിച്ചുകൊണ്ട് വരുന്നത് റിസപ്ഷനിസ്റ്റും അതുപോലെ തന്നെ റൂം ബോയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരാണെങ്കിലും മേഘൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, എന്തൊരു കുടിയാ, നിങ്ങളുടെ കാലം നിലത്തൊന്നും ഉറയ്ക്കുന്നില്ലല്ലോ, ഇങ്ങനെ കുടിച്ചാൽ അധിക നാൾ നിങ്ങൾക്ക് ആയുസ് ഉണ്ടാവില്ല, തിരിച്ചു പോകുന്ന വഴി നിങ്ങൾ ഏതെങ്കിലും കൊക്കയിലേക്ക് വീഴുന്നൊക്കെ അവരിങ്ങനെ പറയുമ്പോൾ ഞാൻ ആഗ്രഹിച്ചതൊന്നും നടക്കാതെ എനിക്കൊന്നും സംഭവിക്കില്ല, എന്നെ ചോദ്യം ചെയ്യാൻ വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഒരു രണ്ടുപേരോടും നേരെ തട്ടിക്കയറിയിട്ട് മേഘൻ അവിടെ നിന്നും പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ കണ്ണൻ്റെ മഹാലക്ഷ്മിയാണെങ്കിൽ മേഘൻ്റെ കണ്ണിൽ പെടാതെ ഒരു വിധത്തിൽ അവരുടെ റൂമിൻ്റെ അവിടെ എത്തുന്നുണ്ട്. അപ്പോൾ കണ്ണനാണെങ്കിൽ ആ ഒരു പരിഭ്രമത്തിൽ കീ നോക്കിയിട്ട് കാണുന്നില്ല കേട്ടോ. ഒടുവിൽ കീ കണ്ണന് ജാക്കറ്റിൻ്റെ പോക്കറ്റിൽ നിന്നും കിട്ടുന്നുണ്ട്. അങ്ങനെ അവർ കണ്ണൻ മുറി തുറക്കാൻ നോക്കുന്ന സമയത്ത് തന്നെയാണ് മേഘൻ അവിടേക്ക് വരുന്നത്. അപ്പോൾ മേഘനെ കണ്ട് ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ മഹി. എല്ലാം തീർന്നു, ഇതോടെ അവസാനിച്ചു എന്ന് ആലോചിച്ച് വല്ലാതെ തന്നെ മഹി പരിഭ്രമിക്കുന്നുണ്ട്. പക്ഷേ മേഘൻ വീണ്ടും നല്ല വെള്ളത്തിലായതുകൊണ്ട് തന്നെ അവരെ തിരിച്ചറിയാനൊന്നും കഴിയുന്നില്ല. എല്ലാം തോന്നൽ തന്നെയാണെന്നാണ് അയാൾ കരുതുന്നത്. അപ്പോൾ ഉടനെ തന്നെ കണ്ണനും മഹിയാണെങ്കിൽ അവരുടെ മുറിയിലകത്തേക്ക് കയറുന്നുണ്ട്. തുടർന്ന് മേഘൻ സ്വയം പറയുന്നുണ്ട്, എന്തൊക്കെയാണ് ഇന്ന് സംഭവിച്ചത്? കണ്ണൻ്റെയും എൻ്റെ ആജന്മ ശത്രുവായ അവൻ്റെ ഭാര്യയെയല്ലേ ഞാൻ കണ്ടത്, അതോ ഇനി വേറെ വല്ലവരെയും ആണോ? എനിക്ക് ചുറ്റും കുറേ എനിക്കൊന്നും ഓർക്കാൻ കഴിയുന്നില്ലല്ലോ. എന്തായാലും എനിക്ക് ചുറ്റും കുറേ ശത്രുക്കളുണ്ട്, അവൻ്റെയൊക്കെ തലമണ്ട ഞാൻ അടിച്ചു പൊട്ടിക്കുമെന്ന് വെള്ളത്തിൻ്റെ പുറത്ത് ഇങ്ങനെ മേഘൻ നിന്ന് പുലമ്പുന്നുണ്ട്. എന്തായാലും പിറ്റേന്ന് രാവിലെ തന്നെ കണ്ണനും മഹാലക്ഷ്മിയും അനന്തവും ലേഖയും മൂന്നാർ വിടുന്നുണ്ട് കേട്ടോ. പിറ്റേന്ന് മേഘനാണെങ്കിൽ ബോധം തെളിയുന്നുണ്ട്. അപ്പോൾ മേഘനാണെങ്കിൽ റൂം ബോയോട് തൊട്ടടുത്ത മുറിയിൽ താമസിക്കുന്നത് ആരാണെന്നുള്ള കാര്യങ്ങളെല്ലാം റൂം ബോയോട് തിരക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൻ്റെ മഹാലക്ഷ്മി ആണെങ്കിൽ നേരത്തെ തന്നെ റൂം ബോയോട് പറഞ്ഞു വെച്ചിട്ടുണ്ട് അവരവിടെ വന്ന കാര്യം ആരും അറിയരുതെന്ന്.
അതുകൊണ്ട് തന്നെ റൂം ബോയ് ഒന്നും പറയുന്നില്ല കേട്ടോ. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും അനന്തവും ലേഖയും സുരക്ഷിതരായിട്ട് നാട്ടിൽ മടങ്ങിയെത്തുന്നു. അപ്പോൾ മാർക്കോയോടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാർക്കോ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഇതൊന്നും ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല സാറേ. നിങ്ങളിപ്പോൾ നിങ്ങളുടെ എല്ലാ അർത്ഥത്തിലും നിങ്ങൾ ഒന്നായി കഴിഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾ ശത്രുക്കൾ ഇതറിഞ്ഞാലും ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ നിങ്ങൾ കമലേശ്വരത്തേക്ക് നടന്നു ചെല്ലാൻ മാർക്കോ പറയുന്നുണ്ട്. അപ്പോൾ അനന്തവും ആ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു തീരുമാനം കണ്ണൻ്റെ മഹാലക്ഷ്മിയും കൂടി എടുക്കുന്നു. എന്തായാലും കണ്ണൻ നടന്നു തുടങ്ങിയ കാര്യം ഇനി ആരിൽ നിന്നും മറച്ചു വെക്കേണ്ട, അവർക്ക് ഞെട്ടിക്കുന്ന ഒരു തിരിച്ചടി കൊടുക്കാൻ തന്നെ അവർ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കമലേശ്വരത്തേക്ക് നടന്ന് തന്നെ ചെല്ലാനായിട്ടാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്